താങ്കൾ ക്യൂബയിൽ പോയിട്ടുണ്ട്. ഞാനും ക്യൂബയിൽ പോയിട്ടുണ്ട്. ഏത് വർഷമാണ് ക്യൂബയിൽ പോയത്? ക്യൂബയിൽ പോയത് എനിക്കത് 87, 91 അങ്ങനെ ഒരു കാര്യം അതാണ്. അത്രയും മുമ്പാണ്. ഞാൻ ഈയിടെ ഒരു 3 വർഷം കോവിഡിന് ശേഷം ഞാൻ പോയത്. ഞാൻ അന്ന് പോകാൻ കാരണം എന്ന് വെച്ചാൽ ക്യൂബയുടെ ഹവാനിയിൽ വെച്ച് നടന്ന ഒരു ലോക യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് DYFയുടെ ഒരു ഡെലിഗേഷൻ അംഗമായിട്ടാണ് ഞാൻ പോയത്. 2 ലോക യുവജനോത്സവങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഈ ഹവാനിയിൽ നടന്ന യുവജനോത്സവമായിരുന്നു. അതൊരു ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ആലോചിച്ചാലും ഭയങ്കര അനുഭൂതി മനസ്സിനകത്ത് നിറയുന്നതാണ്. ക്യൂബ യഥാർത്ഥത്തിൽ കേരളം പോലെ തന്നെയാണ് കേട്ടോ. ക്യൂബക്കാരായിട്ടുള്ള ആളുകളും മലയാളികളെ പോലെയാണ്. വിശേഷിച്ച് ക്യൂബൻ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരെല്ലാം മലയാളികളെ പോലെയാണ്. ഒരു എന്തോ ഒരു ഭയങ്കരമായ ടച്ച് ഉണ്ട് നമ്മൾ മലയാളവുമായിട്ട്. വികസനത്തിന്റെ കാര്യത്തിൽ കേരളം തന്നെയാണ് നല്ലത്. അത് ക്യൂബയിലേക്കാണ് നിശ്ചയമായിട്ടും. അതിപ്പോഴും പറയില്ല. സാർ 80-ലല്ലേ പോയത്? ഞാൻ 2 വർഷം മുമ്പാണ് പോയത്. 2 വർഷം മുമ്പും എനിക്ക് പോയപ്പോൾ തോന്നിയത് 80-കളിലെ കേരളമായിട്ടാണ്. അതെ, അതിന് 2 കാരണങ്ങളുണ്ട്. ക്യൂബ എത്രയോ വർഷക്കാലമായിട്ട് അമേരിക്കയുടെ ഈ എന്താ പറയുക, അമേരിക്കയുടെ വളഞ്ഞ് വെക്കലിനകത്ത് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ക്യൂബയെ കൈകാര്യം ചെയ്യുന്ന ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ക്യൂബയുടെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. അതായത് മറ്റേ ക്യൂബയിലെ ഹവാനയിൽ അമേരിക്കൻ എംബസി ഉണ്ട്. അമേരിക്കൻ എംബസിയിൽ അവർ ജനറേറ്റർ റൺ ചെയ്യുന്നതിന് വേണ്ടി എന്തോ 2-3 ബാരൽ ഡീസൽ ഇറക്കാനായിട്ട് പോയപ്പോൾ അമേരിക്കയുടെ ഇവർ ക്യൂബൻ സർക്കാർ അതിന് അനുമതി നിഷേധിച്ചത് എന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കൊള്ളാമല്ലോ. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ടപ്പോഴത്തേക്കും. ലൈക്ക് എന്തായാലും കഷ്ടമുണ്ട്. വളരെ വർഷങ്ങളായിട്ട് എല്ലാ തരത്തിലുള്ള എന്ന് വെച്ചാൽ അമേരിക്ക ക്യൂബയുടെ മേൽ പ്രതിരോധം ഏർപ്പെടുത്തുന്നത് മാത്രമല്ല, അമേരിക്കയുമായിട്ട് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ഏർപ്പെടുന്ന രാഷ്ട്രങ്ങളും ക്യൂബയുടെ മേൽ പ്രതിരോധം ഏർപ്പെടുത്തണമെന്നാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അവർ നല്ല രീതിയിൽ ടൂറിസം ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് തന്നെയാണ് അവിടെ വരുന്നത് പ്രധാന വരുമാനം. കരിമ്പും പിന്നെ പുകയിലയും ഈ ടൂറിസവും ഭയങ്കരമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. കാരണം ഞാനവിടെ പോയ സമയത്ത് എന്നെ കൊണ്ടുപോയത് ഇവിടെ ഒരു തമിഴ്നാട് ആസ്ഥാനമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഒരു തമിഴ് ആൾക്കാരാണ്. പക്ഷെ അവർ UK സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ ക്യൂബൻ സർക്കാരായിട്ട് ചേർന്ന് ഒരു 10-15 റിസോർട്ടുകൾ അവർക്ക് ഉണ്ട് നടത്തുന്നത്. അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്നൊരു 70ഓളം വരുന്ന ട്രാവൽ ഏജൻസ് അടക്കമുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകുന്ന കൂടുതൽ എന്നെയും കൊണ്ട് ഈ ഒരു 15 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അത് ശരി. എനിക്ക് അവിടുത്തെ ഏറ്റവും നല്ല ഒരു അനുഭവം എന്ന് പറയുന്നത് ഫിദലിനെ കണ്ടു എന്നുള്ളതാണ്. ഫിദലിന്റെ പ്രസംഗം കേട്ടു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഞാൻ വന്നപ്പോൾ ചെഗുവേരയുടെ പടമുള്ള നോട്ടൊക്കെ കൊണ്ടുവന്നു. ഫിദലിനെ 10 മണിക്കൂറോളം നമ്മൾ കാത്തിരുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അമേരിക്കയുടെ CA ചാരസംഘടനയുടെ ഏത് സമയത്തെയും ആക്രമണത്തെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഫിദൽ. അതുകൊണ്ട് ഫിദൽ ഏതെങ്കിലും ഒരു പരിപാടി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം പറഞ്ഞൊന്നുമല്ല പങ്കെടുക്കുക. അപ്പോൾ ആളുകൾ കാത്തിരിക്കും, ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് സംസാരിച്ചിട്ട് പോകും. അങ്ങനെ അദ്ദേഹത്തെ കാത്ത് ഒരു വലിയ ഹാളിനകത്ത് കുറേ മണിക്കൂറുകൾ ചെലവഴിച്ച് അവസാനമായി അടുത്ത് കണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള രീതിയിൽ അവിടെയൊക്കെ പോകുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആൾക്കാരെ കാണുമ്പോഴും ഭയങ്കര ഒരു ഫീൽ ചെയ്യും.